ദെൻഹ എന്ന സുറിയാനി പദത്തിന് ഉദയം, രശ്മി, പ്രസിദ്ധം, പ്രകാശം, പ്രത്യക്ഷം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ദെൻഹ ആഘോഷത്തിൻ്റെ പ്രധാന ധ്യാന വിഷയം ഈശോയുടെ മാമോദീസായാണ്. ദെൻഹ എന്ന വാക്കിൻ്റെ അർത്ഥങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഈശോ തൻ്റെ മാമോദീസായിലൂടെ എല്ലാവർക്കും ഉദിക്കപ്പെട്ടു, വെളിവാക്കപ്പെട്ടു, കാണപ്പെട്ടു. ഉന്നതത്തിൽ നിന്നുള്ള ദെൻഹ അഥവാ ഉദയമെന്നാണ് ലൂക്കാ പ്രഘോഷകൻ ഈശോയെ വിളിച്ച നാമം. ദെൻഹ എന്ന പദത്തിൻ്റെ പ്രകാശം എന്ന അർത്ഥം ധ്യാനിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ ഉദ്ധിതൻ ഈശോയെ ദെൻഹ എന്ന് വിളിക്കാം. മാമോദീസ ആചരണവും ദെൻഹ പേരിൽ അറിയപ്പെടുന്നു. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ മുന്നാസ്വാദനം കൂടിയാണ് ഈശോയുടെ മാമോദീസ. ഈ അർത്ഥത്തിൽ ഉത്ഥാനം കഴിഞ്ഞാൽ പ്രമുഖ ആഘോഷമാണ് ദെൻഹ. ലോകത്തിൻ്റെ പ്രകാശമായി ഈശോ പ്രത്യക്ഷപ്പെട്ട മാമോദീസായെ പ്രഘോഷിച്ചുകൊണ്ട് മാർത്തോമാ നസ്രായക്കാരായ നമ്മൾ പള്ളിയുടെ മുറ്റത്ത് ഉദ്ധിതൻ ഈശോയുടെ രണ്ടാം വരവ് ധ്യാനിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കത്തക്ക വിധത്തിൽ കൽസ്ലീവായുടെ മുൻപിലായി വാഴപ്പിണ്ടി സ്ഥാപിച്ച് അതിൽ തീപ്പന്തങ്ങൾ ക്രമീകരിച്ച് ആലാഹ പ്രകാശം, ആലാഹ പ്രകാശമാകുന്നു എന്നൊക്കെ അർത്ഥങ്ങളുള്ള ഏൽപ്പയ്യ ജപം ചൊല്ലിയ രീതിയിൽ നിന്നാണ് ദെൻഹ ആഘോഷത്തിന് പിണ്ടികുത്തി പെരുന്നാൾ എന്ന പേരു വന്നത്. മാർ സ്ലീവ കിഴക്ക് പീഠത്തിൽ പ്രതിഷ്ഠിച്ച് സ്ലീവായ്ക്ക് മുൻപിലായി ഈ ആചരണം നിർവഹിക്കാവുന്നതുമാണ്. നടുഭാഗത്ത് വാഴപ്പിണ്ടിയിൽ നാട്ടിയിരിക്കുന്ന തീപ്പന്തം തെളിച്ച് തീയിൽ പ്രകാശമായ ആലാഹായെ കണ്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം കേവലം അലങ്കാരമായി കാണുന്നിടത്തെല്ലാം തീ തെളിക്കുന്നത് ഉചിതമല്ല. തിരുപ്പിറവി ആഘോഷത്തിൽ തീയുഴൽച്ചയ്ക്കായി പ്രധാന സ്ഥലം തിരഞ്ഞെടുക്കുന്നത് പോലെ ആലാഹായെ ധ്യാനിക്കാൻ പ്രധാന സ്ഥലത്ത് തീപ്പന്തമൊരുക്കുന്നതാണ് ഉത്തമം. ദെൻഹാ ദിനം ആരംഭിക്കുന്ന സന്ധ്യയിൽ, അതായത് ദെൻഹാ റാസേയുടെ തലേദിവസം വൈകുന്നേരമാണ് ഈ ആഘോഷം. ചിലയിടങ്ങളിൽ ദെൻഹാ റാസേയുടെ തലേ രാത്രിയിൽ നമ്മുടെ പള്ളികളുടെ തൊട്ടടുത്തുള്ള കുളങ്ങളിൽ ഇറങ്ങി മസ്മോറാകൾ അഥവാ സങ്കീർത്തനങ്ങൾ ചൊല്ലി യൊർദിനാൻ കുളത്തിലിറങ്ങിയ മിശീഹായുടെ മാമോദീസ ആചരിച്ചിരുന്നു. ഇങ്ങനെ രാക്കുളി പെരുന്നാൾ എന്ന പേരിലും ദെൻഹ ആഘോഷം അറിയപ്പെടുന്നു. നമ്മുടെ കർത്താവീശോ മിശീഹ സംസാരിച്ച ആറാമായ അഥവാ സുറിയാനി ഭാഷയിലായിരുന്നല്ലോ ആദ്യകാലം മുതൽ നാം പ്രാർത്ഥിച്ചിരുന്നത്. മലയാള വിവർത്തനം ഉണ്ടായപ്പോഴും അടിസ്ഥാന വിശ്വാസ പദങ്ങൾ വിശുദ്ധ ഭാഷയിൽ തന്നെ നിലനിർത്തിയ ശ്ലാഘനീയ രീതി ഈ ഗീതത്തിലും തുടരുന്നു. ഗീതത്തിലെ ചില പദങ്ങളുടെ അർത്ഥങ്ങൾ: ഓനീസ ഗീതം, ഓനീസ ദേൽപ്പയ്യ ഏൽപ്പയ്യ ഗീതം, റാസ രഹസ്യം, കഹന പുരോഹിതൻ, ഏത്ത പള്ളി, കന്ദീശ പരിശുദ്ധൻ, മറിയ കർത്താവ്, ആലാഹ പരമോന്നതൻ, ബേസ് മാമോദീസ മാമോദീസ തൊട്ടി, ഏൽപ്പയ്യ പ്രകാശമായ ആലാഹ, റാസെ കന്ദീശെ ദിവ്യരഹസ്യങ്ങൾ,
മാറൻ വാലാഹൻ, ഞങ്ങളുടെ മറിയായും ആലാഹായുമേ. ലോകപ്രകാശമായ ഈശോയെ ധ്യാനിച്ച് തീ തെളിക്കുക. ആലാഹ പ്രകാശമാണെന്ന് ഏൽപ്പയ്യ ചൊല്ലി ഉദ്ഘോഷിക്കുക. എന്നിവയൊക്കെ പ്രകാശമായ ഉദ്ധിതനീശോയുടെ പിന്നിൽ സഞ്ചരിച്ച് അന്ധകാരത്തെ വെടിയാനുള്ള വലിയ ആഗ്രഹത്തെ പ്രഘോഷിക്കുന്നു. നസ്രായരുടെ ഈ പുരാതന ആചരണത്തിന് ചേരുന്ന പ്രാർത്ഥനാഗീതം നമുക്കാലപിക്കാം.